കൈപ്പത്തിയിൽ വോട്ട് ചെയ്താലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്താലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു ഭവനങ്ങളിലെ ക്രൈസ്തവ ഭവനങ്ങളിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനമായിരിക്കും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും രണ്ടല്ല ഒന്നാണെന്ന് പറയാൻ മറ്റൊരു ഉദാഹരണം, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവരുടെ നേതൃത്വത്തിലുള്ള മുന്നണികൾ അധികാരത്തിൽ വന്നാൽ ആരാണ് ആ ഗവൺമെന്റിനെ നിയന്ത്രിക്കുക? ജമാഅത്ത് ഇസ്ലാമിയും SDPI പോലുള്ള പാകിസ്ഥാൻ അനുകൂല ദേശവിരുദ്ധ സംഘടനകളായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിനെയും കോൺഗ്രസ് ഗവൺമെന്റിനെയും നിയന്ത്രിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഇവിടെ ഹിന്ദു വീടുകളിലുള്ള ക്രൈസ്തവ വീടുകളിലുള്ള പെൺകുട്ടികളെ പ്രണയം നടിച്ച് ലവ് ജിഹാദിന്റെ പേരിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യിപ്പിക്കുക, ഇതായിരിക്കും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. നാം കൈപ്പത്തിയിൽ വോട്ട് ചെയ്താലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്താലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു ഭവനങ്ങളിലെ ക്രൈസ്തവ ഭവനങ്ങളിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനമായിരിക്കും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് നാം അനുവദിക്കണമോ എന്ന് ഈ നാട്ടിലെ വോട്ടർമാർ ചിന്തിക്കണമെന്നുള്ളതാണ് NDAക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപകടകരമായൊരു സാഹചര്യം കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി, മറുഭാഗത്ത് SDPI. ഇത് രണ്ടും പ്രിയമുള്ളവരെ രാജ്യദ്രോഹ സംഘടനകളാണ്, പാക് അനുകൂല സംഘടനകളാണ്. ഈ രണ്ട് സംഘടനകളുമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സഖ്യവും സഹകരണവും ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇവ രണ്ടുപേരെയും പരാജയപ്പെടുത്താൻ പരമ്പരാഗതമായി മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്ത ജനങ്ങൾ തയ്യാറാകണമെന്നും പകരം ഈ രണ്ട് രാജ്യദ്രോഹ സംഘടനകളെ നിരോധിച്ച ശ്രീമാൻ ദാമോദർ ദാസ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിലെത്തിക്കണമെന്നും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പ്രിയമുള്ള